കൊല്ലം നഗരത്തിൽ വേദന സംഹാരി ഗുളികകൾ ലഹരിക്കായി കച്ചവടം നടത്തിവന്ന സംഘത്തിലെ പ്രധാനി പിടിയിൽ. മുണ്ടക്കൽ സ്വദേശി രാജീവിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഗുളികകൾ അടക്കം പിടിച്ചെടുത്തു. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. ഉറക്കമില്ലായ്മയ്ക്ക് ഉപയോഗിക്കുന്ന നെട്രാസെപ്പാം, അതികഠിനമായ വേദനകൾക്കും ക്യാൻസർ ചികിത്സകൾക്കും ഉപയോഗിക്കുന്ന ടാപ്പൻഡഡോൾ എന്നീ ഗുളികകളാണ് എക്സൈസ് സംഘം പരിശോധനയിൽ കണ്ടെത്തിയത്. ലഹരിക്കായി ഇത്തരം ഗുളികകൾ ഉപയോഗിക്കുമ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. ഈ ഗുളികകൾ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം അവ പഞ്ഞിയിൽ മുക്കി സിറിഞ്ചിൽ നിറച്ചാണ് ലഹരിക്കായി ശരീരത്തിൽ കുത്തി നിറയ്ക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത്തരം ലഹരി ഉപയോഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. രാജീവ് എന്ന മുണ്ടക്കൽ സ്വദേശിയിൽ നിന്ന് ഈ ഗുളികകൾ കണ്ടെത്തുമ്പോൾ അയാളുടെ ഫോണിലേക്ക് നിരന്തരം ആവശ്യക്കാർ വിളിച്ചുകൊണ്ടിരുന്നു. അതിൽ കൂടുതലും വിദ്യാർത്ഥികൾ. ഈ ഗുളികകൾ വാങ്ങാനായി എത്തിയ വിദ്യാർത്ഥികൾ എക്സൈസ് സംഘത്തിന്റെ പരിശോധന കണ്ട് ഇവിടെ നിന്നും കടന്നു. വാട്സാപ്പ് വഴിയും ഇയാൾ കച്ചവടം നടത്തുന്നു. ഗുളിക ഒന്നിന് 2 രൂപയിൽ താഴെ മാത്രം വിലയുള്ളപ്പോൾ ഇയാൾ ആവശ്യക്കാരിൽ നിന്നും ഈടാക്കിയിരുന്നത് 900 രൂപ വരെയാണ്. ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ഗുളികകൾ വിൽപ്പനയ്ക്കായി എത്തിച്ചത്. സിറിഞ്ചിൽ വലിച്ചിട്ട് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീച്ച് ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി പിള്ളേരുടെ കയ്യിലൊക്കെ ഇത് കാണാറുണ്ട്, ഇതിൻ്റെ പാട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അന്വേഷണത്തിൽ നടത്തിയാലാണ് ഇത് കണ്ടെത്താൻ സാധിച്ചത്. ഇയാളെ പിടിച്ചു നിർത്തിയപ്പോൾ തന്നെ ഇയാളെ ഫോണിൽ തന്നെ ഒത്തിരി കോൾ വരുന്നുണ്ട്. അതായത് മിനിറ്റ് വെച്ചാണ് കോൾ വരുന്നത്. അപ്പോൾ എത്രത്തോളം കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് തെളിവാണത്. വേദന സംഹാരികൾ ലഹരിക്കായി ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത്. ഇത്തരത്തിൽ ലഹരി ഉപയോഗം മൂലം മരണം സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകളും എക്സൈസ് സംഘത്തിന്റെ മുന്നിലുണ്ട്. ഈ ലഹരി കച്ചവടത്തിൽ ഇനിയും ആൾക്കാരുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും എക്സൈസ് സംഘം പറഞ്ഞു. ലഹരി ഉപയോഗത്തിനും ഇതുമൂലമുള്ള ദുരന്തങ്ങൾക്കുമെതിരെ ജാഗ്രത പാലിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നേർവഴിക്ക് നടത്താനും നേർവഴിയിൽ നടക്കാനും നമ്മൾ ശീലിക്കണം. സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.